أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فقد كذبوكم بما تقولون فما تستطيعون صرفا ولا نصرا ومن يظلم منكم نذقه عذابا كبيرا. وما أرسلنا قبلك من المرسلين إلا إنهم ليأكلون الطعام ويمشون في الأسواق وجعلنا بعضكم لبعض فتنة أتصبرون وكان ربك بصيرا. وقال الذين لا يرجون لقاءنا لولا أنزل علينا الملائكة أو نرى ربنا لقد استكبروا في أنفسهم وعتوا عتوا كبيرا. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഫുർഖാൻ അഥവാ സത്യാസത്യ വിവേചനം. ഈ സൂറത്തിലെ 19, 20, 21 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فقد كذبوكم بما تقولون فما تستطيعون صرفا ولا نصرا ومن يظلم منكم نذقه عذابا كبيرا. فقد كذبوكم, അവർ നിങ്ങളെ കളവാക്കി. ബിമാ തഖൂലൂന, നിങ്ങൾ പറയുന്നതിന്. ഫഖദ് കദബൂക്കും, നിങ്ങൾ പറയുന്നതിനെ അവർ നിഷേധിച്ചിരിക്കുന്നു, കളവാക്കിയിരിക്കുന്നു. ഫമാ തസ്തതിഊന സ്വർഫൻ വലാ നസ്റൻ, വല്ല സഹായവും തേടാനോ ശിക്ഷ തിരിച്ചുവിടാനോ നിങ്ങൾക്ക് സാധ്യമേ അല്ല. വമാ തസ്തതിഊന, നിങ്ങൾക്ക് സാധ്യമല്ല. സ്വർഫൻ, ശിക്ഷയെ തിരിച്ചുവിടാൻ. വലാ നസ്റൻ, നിങ്ങളെ സഹായിക്കാനോ. വമൻ യദ്ലിം മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അക്രമം പ്രവർത്തിച്ചാൽ നുദിഖഹു, നാം അവനെ ആസ്വദിപ്പിക്കും. അദാബൻ കബീറ, ഏറ്റവും വലിയ ശിക്ഷ, ഗുരുതരമായ ശിക്ഷ. വമാ അർസൽന, നാം അയച്ചിട്ടില്ല. ഖബലക, താങ്കൾക്ക് മുമ്പ്. മിനൽ മുർസലീന, പ്രവാചകന്മാരിൽ നിന്ന്. ഇല്ല ഇന്നഹും ലയഅ്കുലൂന ത്വആമ, ഭക്ഷണം കഴിക്കുന്നവരായിക്കൊണ്ടല്ലാതെ. വയംശൂന ഫിൽ അസ്വാഖി, അങ്ങാടിയിലൂടെ നടക്കുന്നവരായിട്ടുമല്ലാതെ. താങ്കൾക്ക് മുമ്പ് നാം അയച്ച പ്രവാചകന്മാർ അവർ ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു, അതേപോലെ തന്നെ അങ്ങാടിയിലൂടെ നടക്കുന്നവരുമായിരുന്നു. വജഅൽനാ ബഅദക്കും ലിബഅദിൻ ഫിത്ന, നിങ്ങളിൽ നിന്ന് ചിലരെ മറ്റു ചിലർക്ക് നാം പരീക്ഷണമാക്കി. വജഅൽന, നാം ആക്കി. ബഅദക്കും, നിങ്ങളിൽ ചിലരെ. ലിബഅദിൻ, നിങ്ങളിൽ ചിലർക്ക്. ഫിത്നത്തൻ, പരീക്ഷണം. അതസ്ബിറൂന, നിങ്ങൾ ക്ഷമിക്കുന്നുണ്ടോ. വകാന റബ്ബുക ബസീറ, തീർച്ചയായും താങ്കളുടെ രക്ഷിതാവ് ഇതെല്ലാം തന്നെ കണ്ടറിയുന്നവനാകുന്നു. നിങ്ങൾ ക്ഷമിക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ രക്ഷിതാവ് ശരിക്ക് കണ്ടറിയുന്നവനാണ്. വഖാലല്ലദീന ലാ യർജൂന ലിഖാഅന, നമ്മെ കണ്ടുമുട്ടുകയില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ. വഖാലല്ലദീന ലാ യർജൂന ലിഖാഅന, നമ്മെ കണ്ടുമുട്ടുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകൾ. അവർ പറയും, ലൗലാ ഉൻസില അലൈനൽ മലായിക്കത്തു, ഞങ്ങളിലേക്ക് എന്താണ് മലക്കുകളെ ഇറക്കാതിരിക്കുന്നത്. ഔ നറ റബ്ബന, അല്ലെങ്കിൽ ഞങ്ങളുടെ നാഥനെ, ഞങ്ങളുടെ രക്ഷിതാവിനെ ഞങ്ങൾ എന്താണ് നേരിട്ട് കാണാത്തത്. അപ്പോൾ നമ്മെ മുട്ടുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്ന് തീരെ ആഗ്രഹിക്കാത്ത, വിചാരിക്കാത്ത ആളുകൾ പറയുന്ന വാക്കാണ്.
ലൗല ഉൻസില അലൈനൽ മലായിക്കത്തു ഔ നറാ റബ്ബന, ഞങ്ങളിലേക്ക് എന്താണ് പ്രവാചകം, ഞങ്ങളിലേക്ക് മലക്കുകൾ എന്താ ഇറക്കാത്തത്, അതുപോലെ ഞങ്ങളുടെ നാഥനെ ഞങ്ങൾ എന്താണ് കണ്ടുമുട്ടാത്തത്. ലഖദ് ഇസ്തക്ബറൂ ഫീ അൻഫുസിഹിം, അവർ അവരുടെ മനസ്സിൽ തന്നെ അഹങ്കാരം കൊണ്ട് നടക്കുകയാണ്. തീർച്ചയായും അവർ അവരുടെ മനസ്സിൽ തന്നെ അഹങ്കാരം കൊണ്ട് നടക്കുകയാണ്. വഅതൗ ഉതുവൻ കബീറ, വലിയ ധിക്കാരം അവർ കാണിക്കുകയും ചെയ്യുകയാണ്. വഅതൗ, അവർ ധിക്കാരം കാണിക്കുന്നു. ഉതുവൻ കബീറ, ഏറ്റവും വലിയ ധിക്കാരം. നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട്, അഥവാ അവർ നശിച്ച സമുദായമാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ അവരെയും, അതായത് അള്ളാഹുവിനെ കൂടാതെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെട്ട ആളുകൾ, അവർ മലക്കുകളാവട്ടെ, അതല്ലെങ്കിൽ ഈസാ അലൈഹി ഇസ്ലാം ആവട്ടെ, ഹുസൈർ ആവട്ടെ, അതുപോലുള്ള ആൾക്കാരാവട്ടെ, അല്ലെങ്കിൽ കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി പോലുള്ള ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത വസ്തുക്കളാവട്ടെ, അവക്കൊക്കെ അള്ളാഹു ജീവൻ നൽകും. അവ അവിടെ വെച്ച് പറയും, നീ ഇവരെ കൂടുതൽ സുഖിപ്പിച്ചു, അവർക്ക് വേണ്ടതെല്ലാം നൽകി, അവർ നിന്നെ മറന്നു പോവുകയാണ് ചെയ്തത്, മാത്രമല്ല അവർ നശിച്ച സമുദായമാണ് എന്നും പറഞ്ഞു. അതിൻ്റെ ബാക്കിയായിട്ട് അള്ളാഹു പറയാണ്, ഫഖദ് കദബൂക്കും ബിമാ തഖൂലൂന, നിങ്ങൾ പറയുന്നതിനെ, നീ പറയുന്നതിനെ നിങ്ങൾ കളവാക്കുകയാണ്, അഥവാ ഇവർ കളവാക്കുകയാണ് ചെയ്തത്. ഫമാ തസ്തതിഊന സർഫൻ വലാ നസ്റ, അവർക്കൊരു നിലക്കുള്ള ശിക്ഷ തടയാനോ അല്ലെങ്കിൽ അള്ളാഹുവിനെ സഹായിക്കാനോ ഒന്നും തന്നെ കഴിയില്ല. അങ്ങനെ ഈ പറഞ്ഞ ആളുകൾ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്തിനാണ് അവർ ആരാധിക്കുന്നത്? ആരാധിക്കുന്നതിന് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവും. ഒന്നുകിൽ നമുക്ക് വന്നുപെട്ടിട്ടുള്ള ഭവിഷ്യത്തുകൾ നീക്കം ചെയ്യുക, അതതിന് അവർക്ക് കഴിയില്ല. ഈ പറഞ്ഞ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശക്തിക്കും കഴിയില്ല. അതുപോലെ തന്നെ വലാ നസ്റ, എന്തെങ്കിലും സഹായം കൊടുക്കാൻ, അതും ഈ ആളുകൾക്ക് കഴിയില്ല. ഇനി അള്ളാഹുവിൻ്റെ ശിക്ഷയെ തടുക്കാനോ അതുപോലെ തന്നെ സ്വർഗം കരസ്ഥമായി കൊടുക്കാനോ അതെന്തായാലും സാധിക്കില്ലല്ലോ. അപ്പോൾ അതൊന്നും തന്നെ അവർക്ക് സാധ്യമല്ല എന്ന് പറയുന്നു. അപ്പം യളീമിങ്കും നുദിഖോ അദാബൻ കബീറ, അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും അക്രമം പ്രവർത്തിച്ചാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കഠിനമായ ശിക്ഷ നൽകുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ അക്രമികളോട് ഈ ലോകം കഴിഞ്ഞാൽ പരലോകത്തെത്തുമ്പോൾ ഒരു നിലക്കുള്ള അനുതാപവും അള്ളാഹുവിൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നു. പിന്നീട് അള്ളാഹു പ്രവാചകന്മാരെ, ഇതിനു മുമ്പുള്ള പ്രവാചകന്മാരെ അയച്ച അവരുടെ ലക്ഷണങ്ങളും അതിൻ്റെ സ്വഭാവങ്ങളും പറഞ്ഞു കൊടുക്കണം. വമാ അർസൽനാ ഖബലക മിനൽ മുർസലീന, താങ്കൾക്ക് മുമ്പ് അയക്കപ്പെട്ട പ്രവാചകന്മാർ നൂഹ് അലൈഹി ഇസ്ലാം ആയിക്കോട്ടെ, ഹൂദ് അലൈഹി ഇസ്ലാം ആയിക്കോട്ടെ, സാലിഹ് നബി അലൈഹി ഇസ്ലാം ആയിക്കോട്ടെ, ഈസാ നബി അലൈഹി ഇസ്ലാം ആയിക്കോട്ടെ, ഏത് ആളാണ് എന്തിരക്കില്ല, അവരെല്ലാവരും തന്നെ ഇല്ല ഇന്നഹും ലയകൂലൂൻ ത്വആമ, ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരായിരുന്നു. അതായത് മനുഷ്യന്മാരാണ് ഈ അയച്ചത്. അവർ മനുഷ്യന്മാരെ പോലെ തന്നെ പെരുമാറിയിരുന്നു, ഭക്ഷണം കഴിച്ചിരുന്നു. അതേപോലെ തന്നെ യംശൂന അസ്വാഖ്, അങ്ങാടി കൂടെ നടത്തിയിരുന്നു, പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നു, പ്രശ്നങ്ങൾക്കിടയിലൂടെ നടത്തിയിരുന്നു, ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് പോവുകയും വരികയും ഒക്കെ ചെയ്തിരുന്നു. മനുഷ്യണ്ടാകുന്ന അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടാവുകയും മരിക്കുകയൊക്കെ ചെയ്തിരുന്നു. വജാൽന ബാലക്കും ലിബാദിൻ ഫിത്ന, നിങ്ങളിൽ ഒരു ഭാഗത്തെ മറ്റൊരു ഭാഗത്തിന് നാം പരീക്ഷണ വസ്തുവാക്കി തന്നു. അപ്പം നിങ്ങളിൽ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിന് പരീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷമിക്കണം. അത്തസ്ബിറൂൻ, നിങ്ങൾ ക്ഷമിക്കുന്നില്ലേ? ഇവിടെ പലതരത്തിലുള്ള പരീക്ഷണങ്ങളും അള്ളാഹിൻ്റെ ഭാഗത്തുണ്ടാവും. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ക്ഷമിച്ചേ പറ്റൂ. അത്തസ്ബിറൂന, നിങ്ങൾ ക്ഷമിക്കുന്നുണ്ടോ എന്ന് ചോദ്യം മാത്രമല്ല, വക്കാന റബ്ബുക ബസീറ, നിൻ്റെ റബ്ബ് ശരിക്കും എല്ലാം കാണുന്നവനാകുന്നു, എല്ലാം കണ്ടറിയുന്നവനാണ് അല്ലാഹു. അള്ളാഹുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സംഗതി ചെയ്യാൻ നിങ്ങൾക്കാർക്കും സാധ്യമല്ല എന്ന് വരുന്നു. ഇനി സത്യനിഷേധികളുടെ ഒരു പരാമർശം, വഖാലല്ലദീന ലാ യർജൂന ലിഖാഅന, നമ്മെ കണ്ടുമുട്ടില്ല എന്ന് ഉറപ്പിക്കുന്ന, എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ, അവരാണ് പറയുന്നത് ലൗലാ ഉൻസില അലൈനൽ മലായിക, ഞങ്ങൾക്ക് എന്താ മലക്കുകളയക്കാത്തത്? മലക്കുകളയച്ചിട്ട് പ്രത്യേകിച്ച് എന്തോ കാര്യമുണ്ടോ എന്നുള്ളതല്ല, അത് എതിർക്കുക എന്നുള്ളത് മാത്രമേ അതിലുള്ളൂ. ഞങ്ങൾക്ക് എന്താ മലക്കിനെ അയക്കാത്തത്? മലക്കളെ അയച്ചാൽ അവർ വിശ്വസിക്കുമോ? ഇല്ല. അതാ അള്ളാഹിനെ കണ്ടുമുട്ടൂല, മലക്കളെ കണ്ടുമുട്ടില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരെന്നാണ് ചോദിക്കുന്നത്. അവനറാ റബ്ബന, അല്ലെങ്കിൽ ഞങ്ങളുടെ റബ്ബിനെ ഞങ്ങൾക്ക് കാണും. റബ്ബിനെ കണ്ടിട്ട് എന്താ കാര്യം? റബ്ബിൽ വിശ്വസിക്കാത്ത ആളുകൾ റബ്ബിനെ കണ്ടിട്ട് എന്താ? അതുകൊണ്ട് എന്താ ഉണ്ടാവുക?
മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ കാണാനുള്ള ഒരു അവസരം തരുന്നുണ്ടെങ്കിൽ അത് വിശ്വാസികളായ ആളുകൾക്ക് മാത്രമാണ്, അത് പരലോകത്ത് വെച്ചിട്ടാണ്. അല്ലാത്ത ആളുകൾക്കൊന്നും റബ്ബിനെ കാണാനുള്ള ഒരു കാഴ്ച ഇല്ല എന്നുള്ളതാണ്. അള്ളാഹിനെ കണ്ടുപിടുന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിന് തോന്നിയിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് എന്താ അള്ളാഹ് പറഞ്ഞത്? തൊട്ട് മുമ്പിലുള്ള ആ മല നോക്ക്, അതവിടെ നിൽക്കുകയാണ് തീരെ, അത് ഞാൻ പ്രത്യക്ഷപ്പെടാം. ആ മല അവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാം. സ്വയക്കാന്ന അദ്ദേഹം ബോധം കെട്ടി വീണുപോയി. കാരണം മല അവിടെ നിന്ന് അപ്പം തന്നെ അപ്രത്യക്ഷമായി എന്നുള്ളതാണ്. അള്ളാഹുവിനെ കാണിക്കാനുള്ള കണ്ണ്, നമ്മളെ ഈ കണ്ണ് മതിയാവില്ല അതിന്. അപ്പോൾ ഞങ്ങളെന്താ കാണിക്കാത്തതെന്ന് വെച്ചാൽ, ആരെ കാണിക്കുന്നത്? ഈ ലോകത്ത് ആരാ കാണുക? വിശ്വാസിയും കാണൂല. കാണാനുള്ള സന്ദർഭം ഇൻഷാ അല്ലാഹ് അത് പരലോകത്തുണ്ടാവുള്ളൂ. ലൗലാ ഉൻസില അലൈഹിൽ മലായിക ഔ നറാ റബ്ബന, ഞങ്ങൾക്ക് മലക്കളെ കാണണം, അതല്ലെങ്കിൽ അള്ളാഹുവിനെ കാണണം. ലഖദ് ഇസ്തക്ബറൂ ഫീ അൻഫുസിഹിം, അവരുടെ മനസ്സിലേക്കുള്ളത് കിബിറാണ്, അഹങ്കാരമാണ്. വഅതൗതുവൻ കബീറ, ഏറ്റവും വലിയ അഹങ്കാരമാണ്, വലിയ ധിക്കാരമാണ് അവർ നടത്തിക്കൊടുക്കുന്നത്. ആ ധിക്കാരത്തിന് മറുപടി എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ശിക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ കവിഞ്ഞ് ധിക്കാരികളായ ആൾക്കാർക്കോ അക്രമികളായ ആളുകൾക്കോ അള്ളാഹു യാതൊരു സഹായവും നൽകുകയില്ല എന്നർത്ഥം. കാര്യങ്ങൾ ബോധപൂർവ്വം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.